PSC ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ 10th പ്രിലിംസിന് സിലബസ് അടിസ്ഥാനത്തിലും ടൈം ടേബിൾ അടിസ്ഥാനത്തിലുമുള്ള ക്ലാസ്സാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഡെയിലി നമ്മൾ ക്ലാസ്സുകൾ സിലബസ് അടിസ്ഥാനത്തിലും ടൈം ടേബിൾ അടിസ്ഥാനത്തിലും എടുത്തു പോരുന്നുണ്ടായിരുന്നു. ആദ്യം നല്ലൊരു സപ്പോർട്ട് നിങ്ങളെല്ലാവരും തന്നിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നീട് ഡേ ടു ഡേ കഴിഞ്ഞു പോകുന്തോറും സപ്പോർട്ട് കുറഞ്ഞിപ്പോൾ തീരെ സപ്പോർട്ടില്ലാത്ത രീതിയിലാണ് വീഡിയോസ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഈ മിഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്യുമെന്ന്. ആ വാക്ക് ഞാൻ പാലിക്കും. മിഷൻ ഒരാൾ പോലും കാണാനില്ലെങ്കിൽ പോലും ഈ മിഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തെടുക്കും. സിലബസിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കൃത്യമായിട്ട് എടുക്കുന്നതായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. 10th പ്രിലിംസിൻ്റെ സിലബസ് അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് 25 മോഡൽ എക്സാം, അതുപോലെ തന്നെ 2024-2023 10th പ്രിലിംസിന് സിലബസിനോട് സിമിലാരിറ്റി വരുന്ന മുൻവർഷ ചോദ്യം പേപ്പർ വിത്ത് OMR ഷീറ്റ് നമ്മൾ നൽകുന്നതായിരിക്കും. ആർക്കെങ്കിലും വേണമെങ്കിൽ നൽകാം കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ മെസ്സേജ് ചെയ്താൽ മതിയാവും. വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ടൈം ടേബിൾ നമ്മളിപ്പോൾ പറയാറില്ല. ടൈം ടേബിൾ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ടൈം ടേബിൾ ഇട്ട് ഓരോ ദിവസവും പഠിച്ചു പോയിക്കൊണ്ടിരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ ഭക്ഷ്യ കാർഷിക വിളകൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇന്നലെ വനങ്ങളും വനവിഭവങ്ങളും പഠിച്ചു. അപ്പോൾ നമുക്കിന്ന് കേരളത്തിലെ ഭക്ഷ്യ കാർഷിക വിളകളെക്കുറിച്ച് പഠിക്കാം കേട്ടോ. നമ്മൾ കേരളത്തിലെ ഭക്ഷ്യ കാർഷിക വിളകൾ പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പഠിക്കേണ്ടതാണ് നെല്ലെന്ന് പറയുന്നത്. നെല്ലിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കാർഷിക വിളയാണ് നെല്ല്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കാർഷിക വിള അതേതാ? അത് നെല്ലാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കാർഷിക വിളയാണേത്? നെല്ലെന്ന് പറയുന്നത്. നെല്ലിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താ? കേരളത്തിൻ്റെ മുഖ്യ ഭക്ഷണ വിള കൂടിയാണ്. എന്താണ്? കേരളത്തിൻ്റെ മുഖ്യ ഭക്ഷണ വിള കൂടിയാണ്. ഈ കേരളത്തിൽ ഏറ്റവും പ്രമുഖമുള്ള നെൽകൃഷി രീതി എന്ന് പറയുന്നത് മുണ്ടകനാണ് കേട്ടോ. ഏതാണ്? മുണ്ടകൻ കൃഷിയാണ് കേരളത്തിലെ ഏറ്റവും പ്രചാരത്തിലുള്ള കൃഷി രീതി എന്ന് പറയുന്നത്. ഏതാണ്? മുണ്ടകൻ. അതിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ്. ഏത് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത്? പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിലെ കുട്ടനാടാണ് ഏറ്റവും കൂടുതൽ നെല്ല് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. കേരളത്തിൻ്റെ നെല്ലറ എന്നാണ് എന്തറിയപ്പെടുന്നത്? കുട്ടനാട് അറിയപ്പെടുന്നത്. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് ഏതാണ്? കുട്ടനാടാണ്. അതുപോലെ കേരളത്തിന് നെതർലൻഡ്സ് എന്നും കേരളത്തിന് ഹോളണ്ട് എന്നൊക്കെ അറിയപ്പെടുന്ന കുട്ടനാടാണ് കേട്ടോ. കേരളത്തിൻ്റെ നെല്ലറ എന്ന് കൂടാതെ എന്തെന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. എന്താണ്? കേരളത്തിൻ്റെ നെതർലൻഡ്സ് എന്നും കേരളത്തിൻ്റെ ഹോളണ്ട് എന്നും എന്തറിയപ്പെടുന്നു? കുട്ടനാട് അറിയപ്പെടുന്നു. ഇനി കേരളത്തിൽ ഉപ്പിൻ്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനം. ഇത് ഒരു PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. കേരളത്തിൽ ഉപ്പിൻ്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന അത്യുൽപാദന ശേഷിയുള്ള നെല്ലിനം ഏതാണെന്ന്. ഏതാണ് ആ നെല്ലിനം? ഏഴോമാണ് കേട്ടോ. ഏതാണ്? ഏഴോമാണ് ആ നെല്ലിനം എന്ന് പറയുന്നത്. അതാണ് ഏഴോമാണ്. ഇനി വൈറ്റമിൻ എ സമ്പുഷ്ടമായ നെല്ലിനം. വൈറ്റമിൻ എ സമ്പുഷ്ടമായിട്ടുള്ള നെല്ലിനം ഏതാണ്? സുവർണയാണ്. വൈറ്റമിൻ എ സമ്പുഷ്ടമായിട്ടുള്ള നെല്ലിനം എന്ന് പറയുന്നത് സുവർണയാണ്. വൈറ്റമിൻ എ സമ്പുഷ്ടമായിട്ടുള്ള നെല്ലിനമാണ് ഏത്? സുവർണ എന്ന് പറയുന്നത്. ഇനി വെള്ളക്കെട്ടുകളുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന കേരളത്തിലെ നെല്ലിനം. വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന കേരളത്തിലെ നെല്ലിനം എന്ന് പറഞ്ഞതാണ് കൗങ്ങിൻ പുത്താലയാണ്. കൗങ്ങിൻ പുത്താലയാണ് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന കേരളത്തിലെ നെല്ലിനം എന്ന് പറയുന്നത് കേട്ടോ. പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ നിർദ്ദേശിക്കുന്ന ഔഷധ ഇനം കൂടിയാണ് ഈ കൗങ്ങിൻ പുത്താല. പ്രമേഹ രോഗികൾക്ക് കഴിക്കാനായിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒരു നെല്ലിനം കൂടിയാണ് ഏത്? ഈ കൗങ്ങിൻ പുത്താല എന്ന് പറയുന്ന നെല്ലിനം കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ നെല്ലിനെക്കുറിച്ച് പഠിച്ചത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കാർഷിക വിളയാണ്. കേരളത്തിലെ മുഖ്യ ആഹാര ഭക്ഷ്യ വിള കൂടിയാണ് ഏത്? അരി. നമ്മുടെ ഈ ഒരു നെല്ലെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നെല്ല് കൃഷി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിലെ കുട്ടനാടാണ്. കേരളത്തിൽ നെല്ലറ എന്നും കേരളത്തിൽ നെതർലൻഡ്സ് എന്നും കേരളത്തിൻ്റെ ഹോളണ്ട് എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ഏത്? കുട്ടനാടെന്ന് പറയുന്നത്. കേരളത്തിൽ ഉപ്പിൻ്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന അത്യുൽപാദന ശേഷിയുള്ള വിത്തിനം ഏതാ? പറഞ്ഞേ ഏതാ? ഏഴോമാണ് കേട്ടോ. ഏഴോമാണ്. വൈറ്റമിൻ എ സമ്പുഷ്ടമായ നെല്ലിനം ചോദിക്കുകയാണെങ്കിലോ അത് സുവർണയാണ്. ഏതാണ്? സുവർണയാണ്. വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന കേരള നെല്ലിനം ചോദിക്കുകയാണെങ്കിലോ കൗങ്ങിൻ പുത്താലയാണ്. ഈ കൗങ്ങിൻ പുത്താലയുടെ മറ്റു പ്രത്യേകത എന്താണ്? പ്രമേഹ രോഗികൾക്ക് കഴിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്ന ഔഷധമാണ് ഏത്? ഔഷധ നെല്ലിനം കൂടിയാണ് കേട്ടോ ഈ കൗങ്ങിൻ പുത്താല എന്ന് ഓർക്കുക. ഇനി കേരളത്തിലെ പ്രധാനപ്പെട്ട നെൽകൃഷി രീതികൾ ഏതൊക്കെയാണ്?
3 നെൽകൃഷി രീതികളാണ് കേരളത്തിൽ പ്രധാനമായിട്ടും അവലംബിക്കുന്നത്. ഏതൊക്കെയൊന്ന് പറഞ്ഞേ, എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വിരിപ്പ്, പിന്നെയോ മുണ്ടകൻ, വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നിവയാണ് കേരളത്തിൽ എന്ത് ചെയ്യുന്നത് പ്രധാനപ്പെട്ട നെൽകൃഷി രീതികൾ. ഏതൊക്കെയാണ് കേരളത്തിൽ പ്രധാനപ്പെട്ട നെൽകൃഷി രീതികൾ? വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നിവയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട നെൽകൃഷി രീതികൾ എന്ന് പറയുന്നത്. അതുകൂടി നിങ്ങളൊന്ന് ഇതിൻ്റെ കൂടെ ആയിട്ട് ഓർത്തിരിക്കുക. ഇനി വിരിപ്പ് കൃഷി വിളവിറക്കുന്നത് ഏതാ? ഏപ്രിൽ മുതൽ മെയ് വരെയാണ്. വിരിപ്പ് എവിടെയാണ്? ഏപ്രിൽ മുതൽ മെയ് വരെയാണ് ഈ വിരിപ്പ് എന്ന് പറയുന്ന കൃഷി രീതി എന്ത് ചെയ്യുന്നത് വിളവിറക്കുന്നത്. ഇനി കൊയ്യുന്നതാണെങ്കിലോ സെപ്റ്റംബർ ഒക്ടോബർ ആണ് എന്ത് ചെയ്യുന്നത് ഇത് കൊയ്യുന്നത്. അപ്പോൾ വിളവിറക്കുന്നത്, അത് കൃഷി നടുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലും വിരിപ്പ് വിളവെടുക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലുമാണെന്ന് ഓർക്കുക. അതുപോലെ തന്നെ ഇതൊരു ശൈത്യകാല വിളരീതിയിൽപ്പെടുന്നതാണ്. ശൈത്യകാല വിളയിൽപ്പെടുന്നതാണ് ഈ വിരിപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി മുണ്ടകൻ എന്ന് പറഞ്ഞ ശീതകാല കൃഷിയാണ്. മുണ്ടകൻ എന്താണ്? മുണ്ടകൻ ശീതകാല കൃഷിയാണ്. ശീതകാലമാണ് മുണ്ടകൻ വരുന്നത്. മുണ്ടകൻ കൃഷി വിളവിറക്കുന്നത് ഈ ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ്. നടുന്നത് എന്താണ്? സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ്. വിളവെടുക്കുന്നത്, അതായത് അത് കൾട്ടിവേറ്റ് ചെയ്യുന്നത്, ഹാർവസ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? ഡിസംബർ ജനുവരിയിലാണ് ഹാർവസ്റ്റ് ചെയ്യുന്നത്. ഇനി പുഞ്ചയാണെങ്കിലോ? പുഞ്ചയുടെ കേസിൽ എങ്ങനെയാ? പുഞ്ചയുടെ കേസ് വരുന്നത് ഒരു വേനൽക്കാല കൃഷിയാണ് പുഞ്ച എന്താണ്? ഒരു വേനൽക്കാല കൃഷി രീതിയാണ്. വേനൽക്കാലത്ത് കൃഷി ചെയ്യുന്നതാണ് പുഞ്ച എന്ന് പറയുന്നത്. ജനുവരി മാസങ്ങളിൽ വിളവിറക്കും. ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് എന്ത് ചെയ്യുക? വിളവിറക്കും. അതുപോലെ തന്നെ വിളവെടുക്കുന്നത് എപ്പോഴായിരിക്കും? വിളവെടുക്കുന്നത് മാർച്ച് ടു ഏപ്രിലാണ് വിളവിറക്കുന്നത് എന്നുകൂടി നിങ്ങളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട നെൽകൃഷി രീതികൾ ഏതൊക്കെയാണ്? വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്ന് പറയുന്നതാണ്. വിരിപ്പ് ഒരു ശരത്കാല വിളയും മുണ്ടകൻ ഒരു ശീതകാല കൃഷിയും പുഞ്ച എന്ന് പറയുന്ന വേനൽക്കാല കൃഷിയുമാണെന്നും കൂടി ഓർക്കണേ കേട്ടോ. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റ് ഒരു കാർഷിക ഇനമാണ് തെങ്ങ് എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി വിസ്തൃതിയുള്ള നാണ്യവിള ചോദിക്കുകയാണെങ്കിലോ തെങ്ങാണ്. ഇനി അടുത്തിടെ തെങ്ങിൻ്റെ ജനിതക രഹസ്യം കണ്ടുപിടിക്കാൻ ഏത് തെങ്ങിനെയാണ് പരീക്ഷണം നടത്തിയത്? ഇത് ഒരു തവണ PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഏതാണ്? ചാവക്കാട് പച്ചക്കുള്ളനാണ്. ഏതാണ്? ചാവക്കാട് പച്ചക്കുള്ളൻ. ഇനി നാളികേര വികസന ബോർഡിൻ്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നത്? കൊച്ചിയിലാണ് കേട്ടോ. എവിടെയാണ്? കൊച്ചിയിലാണ്. അതുകൊണ്ട് ഒന്ന് ഓർക്കുക. നാളികേരത്തിൻ്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്ന ലക്ഷ്യത്തോടെ കൃഷി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി. നാളികേരത്തിൻ്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണെന്ന്? കേരഗ്രാമമാണ്. ഏതാണ്? കേരഗ്രാമമാണെന്ന് കൂടി ഓർക്കുക കേട്ടോ. ഇനി ലോക നാളികേര ദിനം എന്ന് പറയുന്നത് സെപ്റ്റംബർ 2 കേട്ടോ. ലോക നാളികേര ദിനം സെപ്റ്റംബർ 2 ലോക നാളികേര ദിനം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് തെങ്ങിനെക്കുറിച്ച് നമ്മൾക്ക് ഓർത്തിരിക്കേണ്ടത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി വിസ്തൃതിയുള്ള നാണ്യവിളയാണ് ഏത്? തെങ്ങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു തെങ്ങിൻ്റെ ജനിതക രഹസ്യം കണ്ടുപിടിക്കാനായി ഏത് തെങ്ങിലാണ് പരീക്ഷണം നടത്തിയത്? ചാവക്കാട് പച്ചക്കുള്ളലിലാണ് പരീക്ഷണം നടത്തിയത്. നാളികേര വികസന ബോർഡിൻ്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നത്? കൊച്ചിയിലാണ്. നാളികേരത്തിന് ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്ന ലക്ഷ്യത്തോടെ കൃഷി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരെന്താണ്? കേരഗ്രാമം എന്നതാണ്. ലോക നാളികേര ദിനം സെപ്റ്റംബർ 2 ലോക നാളികേര ദിനമായിട്ട് വരുന്നത്. ഇനി PSC എപ്പോഴും തെങ്ങിൽ നിന്ന് ചോദിക്കുന്നൊരു ചോദ്യമാണ് ഈ ഒരു തെങ്ങിൻ്റെ സങ്കരയിനം തെങ്ങുകൾ. ഈ സങ്കരയിനം തെങ്ങുകൾ എപ്പോഴും തന്നെ ചോദിക്കുന്നതാണ് കേട്ടോ. അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കണേ. ഒന്ന് ചന്ദ്രലക്ഷ, മറ്റൊന്ന് ചന്ദ്രശങ്കര, മറ്റൊന്ന് ലക്ഷഗംഗ. ഏതൊക്കെയാണ്? ചന്ദ്രലക്ഷ, അതുപോലെ ചന്ദ്രശങ്കര, ലക്ഷഗംഗ.
ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സുഗന്ധവ്യഞ്ജനത്തെക്കുറിച്ചിട്ടാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് സുഗന്ധവ്യഞ്ജനത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം. ഒന്ന്, ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാ? കേരളമാണ്. ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. കേരളത്തിൽ സുഗന്ധവ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്ന ജില്ല, കേരളത്തിൽ സുഗന്ധവ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്ന ജില്ല ഏതാ? ഇടുക്കി ജില്ലയാണ്. ഇടുക്കി. യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം ഏതാ? യവനപ്രിയ എന്നറിയപ്പെടുന്നേ ഒന്ന് ഓർത്തു നോക്കിക്കേ. യവനപ്രിയ ഏതാ? യവനപ്രിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, യവനപ്രിയ എന്ന് പറഞ്ഞാൽ അത് കുരുമുളകാണ് കേട്ടോ. യവനപ്രിയ എന്താണ്? അത് കുരുമുളകാണ്. യവനപ്രിയ കുരുമുളകാണെന്ന് കൂടി ഓർക്കുക. ഇനി ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന സുഗന്ധവ്യഞ്ജനങ്ങൾ ഏതൊക്കെയാണ്? ഏലം, കുരുമുളക്, ജാതി, ഗ്രാമ്പു, ഇഞ്ചി എന്നിവയൊക്കെയാണ് ഇന്ത്യയിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്ന നമ്മുടെ സുഗന്ധ വ്യഞ്ജനങ്ങൾ കേട്ടോ. അപ്പോൾ സുഗന്ധവ്യഞ്ജനങ്ങളിൽ എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്? ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളമാണ്. കേരളത്തിൻ്റെ സുഗന്ധവ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്ന ജില്ല ഇടുക്കിയാണ്. യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനമാണ് കുരുമുളക്. ഏലം, കുരുമുളക്, ജാതി, ഗ്രാമ്പു, ഇഞ്ചിയാണ് പ്രധാനമായിട്ടും കേരളത്തിൽ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട സുഗന്ധവ്യഞ്ജനങ്ങൾ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് റബ്ബറിനെ കുറിച്ചിട്ടാണ് കേട്ടോ. കേരളത്തിൽ ആദ്യമായി റബ്ബർ കൃഷി ആരംഭിച്ചത് മധ്യ തിരുവിതാംകൂറിലാണ്. എവിടെയാണ് കേരളത്തിൽ ആദ്യമായി റബ്ബർ കൃഷി ആരംഭിച്ചത്? മധ്യ തിരുവിതാംകൂറിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് റബ്ബർ കൃഷി ആരംഭിക്കുന്നത്. ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി വിസ്തൃതിയുള്ള നാണ്യവിള ഏതാ നമ്മൾ പറഞ്ഞേ? തെങ്ങാന്ന് പറഞ്ഞായിരുന്നല്ലേ. തെങ്ങ് കഴിഞ്ഞ സെക്കൻഡ് പൊസിഷൻ റബ്ബറിനാണ് കേട്ടോ. അപ്പോൾ കേരളത്തിൽ ഏറ്റവും വിസ്തൃതിയുള്ള നാണ്യവിള കൃഷി ചെയ്യുന്നത് തെങ്ങാണ് ഫസ്റ്റ്, സെക്കൻഡ് പൊസിഷൻ റബ്ബറാണെന്ന് ഓർക്കുക. ഇനി ഇന്ത്യയിലെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ആദ്യമായി റബ്ബർ കൃഷി ആരംഭിച്ചത്, ഇന്ത്യയിലെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ആദ്യമായി റബ്ബർ കൃഷി ആരംഭിച്ചത് കേരളത്തിലെ മലഞ്ചെരുവുകളിലാണ്. എവിടെയാണ്? കേരളത്തിലെ മലഞ്ചെരുവുകളിലാണെന്ന് ഓർക്കുക. ഇനി റബ്ബർ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് എവിടെയാണ്? ഏത് മണ്ണാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലാറ്ററൈറ്റ് മണ്ണാണ് ഈ ഒരു റബ്ബർ കൃഷിക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ള മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനവും കേരളം തന്നെയാണ് കേട്ടോ. കേരളത്തിൽ റബ്ബർ കൊണ്ടുവന്ന് ജോൺ ജോസഫ് മർഫി എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് കേരളത്തിൽ ഈ റബ്ബർ കൃഷിയൊക്കെ ആരംഭിക്കുന്നത്. റബ്ബറിൻ്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ജോൺ ജോസഫ് മർഫി എന്നുകൂടി ഓർക്കുക. ഇനി ഇന്ത്യയിലെ ആദ്യ റബ്ബർ പാർക്ക് ഐരാപുരമാണ്. ഇത് PSC ഒരു തവണ PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യ റബ്ബർ പാർക്ക് എവിടെയാണെന്ന്? എവിടെയാണ്? ഐരാപുരമാണ്. എവിടെയാണ് ഐരാപുരം? ഐരാപുരം എറണാകുളം ജില്ലയിലാണ് കേട്ടോ ഐരാപുരം സ്ഥിതി ചെയ്യുന്നതെന്നുകൂടി ഓർക്കുക. അപ്പോൾ കേരളത്തിൽ ആദ്യമായി റബ്ബർ കൃഷി ആരംഭിച്ചത് എവിടെയാണ്? മധ്യ തിരുവിതാംകൂറിലാണ്. കേരളത്തിലേക്ക് റബ്ബർ കൃഷി കൊണ്ടുവന്നത് ജോൺ ജോസഫ് മർഫി എന്ന് പറയുന്ന വ്യക്തിയാണ്. ഈ റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണ് കേരളത്തിലുള്ള മണ്ണായിട്ടുള്ള ഏറ്റവും കൂടുതലുള്ള മണ്ണായിട്ടുള്ള ലാറ്ററൈറ്റ് മണ്ണാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിക്കുവാണെങ്കിൽ അതേതാ? അത് കേരളമാണ്. ഇന്ത്യയിലെ ആദ്യ റബ്ബർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഐരാപുരമാണ്. ഐരാപുരം എവിടെയാണ്? എറണാകുളം ജില്ലയിലാണ് ഐരാപുരം സ്ഥിതി ചെയ്യുന്നത് എന്ന് കൂടി ഓർക്കുക. ഇനി വിവിധ തരം കൃഷി രീതികളെയാണ് നമ്മളിനി പരിചയപ്പെടാൻ പോകുന്നത് കേട്ടോ. വിവിധ തരം കൃഷി രീതികൾ, പലതരത്തിലുള്ള കൃഷി രീതികളുണ്ടല്ലേ. ഏതൊക്കെയുണ്ട് ഒന്ന് പറഞ്ഞേ? അറിയാം, നിങ്ങളത് മനസ്സിൽ പറഞ്ഞേ, നിങ്ങൾക്ക് അറിയാവുന്ന കൃഷി രീതികളൊക്കെ. ഫസ്റ്റ് വൺ ഇടവിളയാണ് കേട്ടോ. ഇടവിള കൃഷി. മറ്റൊന്ന് വിളപര്യമാണ്. മറ്റൊന്ന് വിള പരിപാലനമാണ്. മറ്റൊന്ന് സംയോജിത കൃഷി. ഇത്രയുമാണ് കേരളത്തിൽ പ്രധാനമായിട്ടുമുള്ള വിവിധ തരം കൃഷി രീതികൾ. ഇനി ഓരോന്നും എന്താണ് നമുക്ക് പരിശോധിക്കാം. ആദ്യമായിട്ടുള്ളത് ഇടവിളയാണ്. ഇടവിള എന്ന് പറഞ്ഞാൽ എന്താ? വാക്കിൽ തന്നെ ഉണ്ടല്ലേ. ഇടവിള എന്താ? പ്രധാന വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല കൃഷി. അതായത് പ്രധാന വിള ഒരാൾക്ക് ഇപ്പോൾ 1 ഏക്കർ സ്ഥലം ഉണ്ടെന്ന് വെച്ചാൽ, ഇപ്പോൾ തോമസ് എന്ന് പറഞ്ഞ ചേട്ടന് 1 ഏക്കർ സ്ഥലമുണ്ട്. ആ ചേട്ടൻ്റെ എന്താണ് മെയിൻ കൃഷി? 1 ഏക്കർ സ്ഥലത്തിൽ ആ ചേട്ടൻ മെയിനായിട്ട് ചെയ്യുന്നത് തെങ്ങ് കൃഷിയാണ്. അപ്പോൾ തെങ്ങ് എന്ന് പറയുന്നത്, തെങ്ങിൻ്റെ ഈ ഒരു നടൽ അകലം എത്രയാണ്?
7.5 × 7.5 ആണ് തെങ്ങിൻ്റെ, ഒരു തെങ്ങ് കഴിഞ്ഞ് മറ്റൊരു തെങ്ങിൻ്റെ അകലം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു അകലത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേറെ എന്തെങ്കിലും കൃഷി ചെയ്തുകൂടെ? കാരണം എന്താ, ആ 1 ഏക്കർ തോമസ് ചേട്ടൻ്റെ സ്ഥലം കൃഷി എന്താണ് തെങ്ങ് മാത്രമല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ഇടവിളയായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ അവിടെ വാഴ കൃഷി ചെയ്യാം, അല്ലെങ്കിൽ കുരുമുളക് കൃഷി ചെയ്യാം. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാർഷിക വിള ഒരു കൃഷിത്തോട്ടത്തിലുണ്ടെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു വിള കൂടി എന്താണ് കൃഷി ചെയ്യുന്ന രീതിയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഈ ഒരു ഇടവിള കൃഷി എന്ന് പറയുന്നത്. ഇടവിള, ഇടയിൽ ഒരു വിള നിൽക്കുന്നു എന്ന് ഓർക്കുക കേട്ടോ. ഇടയിൽ എന്ത് ചെയ്യുന്നു, ഒരു വിള നിൽക്കുക എന്ന കോൺസെപ്റ്റാണ് ഇടവിള കൃഷി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷമൊന്നും വരാത്ത രീതിയിൽ മറ്റൊരു വിള നിൽക്കുന്നതാണ് ഏത്, ഇടവിള കൃഷി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഏതൊക്കെ നമുക്ക് ഉദാഹരണം പറയാം. നമ്മൾ പറഞ്ഞിരുന്നു തെങ്ങിൻ തോപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, വാഴ കുരുമുളക് നടാം, അല്ലെങ്കിൽ ചേനയോ കാച്ചിലോ ഇഞ്ചിയോ മഞ്ഞളോ ഒക്കെ അതുപോലെ വാഴത്തോപ്പിൽ ചേന ചേമ്പൊക്കെ കൃഷി ചെയ്യാം. അപ്പോൾ ഒരു കൃഷിക്ക് പുറമെ മറ്റുള്ള കൃഷികൾ ഒരുമിച്ച് ചെയ്യുന്ന ഒരു രീതി. ഇത് എന്താണ്, ഫോർ എക്സാമ്പിൾ ഇതിനൊക്കെ എങ്ങനെ, ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് എന്താ? പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് 2 വിളയിൽ നിന്ന് വരുമാനം ലഭിക്കും. അതുപോലെ തന്നെ എന്താണ്, ഒന്നിൽ നൽകുന്ന വളവും ഇതൊക്കെ എന്താ, ഇപ്പോൾ തെങ്ങിന് വളമൊക്കെ നൽകുകയാണെങ്കിൽ ഇടവിളയായിട്ട് ഇപ്പോൾ കുരുമുളക് നിൽക്കുകയാണെങ്കിൽ അത് കുരുമുളകിനും കൂടി പ്രയോജനപ്പെടും. അങ്ങനെ ഒരുപാട് തരം ബെനിഫിറ്റ് ഇടവിള കൃഷിക്ക് ഉണ്ട്. അടുത്തത് വിളപരിയമാണ്, അതായത് ക്രോപ്പ് റൊട്ടേഷൻ. എന്താ വിളപരിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്കിൽ തന്നെ ഉണ്ടല്ലേ, ഒരു കൃഷിക്ക് ശേഷം അതേ കൃഷി തന്നെ ആവർത്തിക്കാതെ മറ്റൊരു വിള കൃഷി ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു, ഒരു കൃഷിക്ക് ശേഷം ഒരു സ്ഥലത്ത് 1 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഒരു കൃഷി ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു കൃഷി വിളവെടുത്തതിന് ശേഷം പിന്നെ അവിടെ നേരത്തെ മറ്റ അതേ കൃഷി തന്നെ ചെയ്യാതെ അടുത്തൊരു കൃഷി ചെയ്യുന്നു. ആ രീതിയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് വിളപരിയം എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഈ നെൽപ്പാടങ്ങളിലൊക്കെ പയർ കൃഷി ചെയ്യും. എന്ത് ചെയ്യുന്നു, പയർ കൃഷി ചെയ്തിട്ട് ഫോർ എക്സാമ്പിൾ കുറച്ച് നെൽപ്പാടം ഉണ്ടെങ്കിൽ നെൽപ്പാടത്തിൽ പയർ കൃഷി, ആദ്യം നെല്ല് കൃഷി ചെയ്യുന്നു, അത് കഴിഞ്ഞ് നെല്ല് വിളവെടുത്ത ശേഷം എന്ത് ചെയ്യുന്നു, പയർ കൃഷി ചെയ്യും. പയർ കൃഷി ചെയ്ത് പയർ വിളവെടുത്ത ശേഷം ഈ പയറിൻ്റെ ഇലകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൂടി ട്രാക്ടർ ഉപയോഗിച്ച് അവിടെ തന്നെ ഉഴുതു മറച്ചിടും. കാരണം ഈ ആ പയറിൻ്റെ ബാക്കി വരുന്ന ഇലകൾ, തണ്ടുകൾ, വേരുകൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നു, ഈ അവിടെ നെല്ലിന് വളരാനൊരു വളമായിട്ട് മാറുന്നു. അപ്പോൾ ഒരു കൃഷി ചെയ്തതിന് ശേഷം ആ ഒരു സ്ഥലത്ത് അത് വിളവെടുത്ത ശേഷം മറ്റൊരു കൃഷി ചെയ്യുന്ന രീതി, അതിനെയാണ് എന്ത് ചെയ്യുന്നത്, വിളപരിയം എന്ന് വിളിക്കുന്നത്. ഇനി അടുത്താണ് വിളപരിപാലനം എന്ന് വിളിക്കുന്നത്. എന്താ വിളപരിപാലനം? വിളവ് മെച്ചപ്പെടുത്താനും ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് പരിപാലനം എന്ന് പറഞ്ഞാൽ വിളവ് മെച്ചപ്പെടുത്താനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെയാണ് വിളപരിപാലനം എന്ന് വിളിക്കുന്നത്. എന്നാൽ കൃത്യമായിട്ട് ജൈവവളങ്ങളൊക്കെ പ്രയോഗിക്കുന്ന രീതി. ഇനി അടുത്താണ് സംയോജിത കൃഷി എന്ന് പറയുന്നത്. ഒന്നിലധികം മേഖലകളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള കൃഷി. ഒന്നിലധികം മേഖലകളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള കൃഷിയാണ് ഏത്, സംയോജിത കൃഷി എന്ന് പറയുന്നത്. അതായത് മിക്സഡ് ഫാമിംഗ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ ഒരാൾക്ക് ഒരു ഏക്കർ സ്ഥലം അല്ലെങ്കിൽ 1.5 ഏക്കർ സ്ഥലം അല്ലെങ്കിൽ 50 സെൻറ്റ് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ചീര, പയർ, വെണ്ട, പാവൽ എന്നത് കൂടാതെ ആട് വളർത്തുക, കോഴി വളർത്തുക, മീൻ, ചെറിയ കുളമുണ്ടാക്കി മീൻ വളർത്തുക, അങ്ങനെ പല രീതിയിലുള്ള വളരെ ഒരു കാര്യത്തെ ഒന്നല്ലാത്ത പല കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന രീതി. അപ്പോൾ എന്താണ്, പശുവിൻ്റെ ചാണകം വേണമെങ്കിൽ ചാണകവും ഗോമൂത്രവും കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കമ്പോസ്റ്റ് ഉണ്ടാക്കി ചെടികൾക്ക് വളമായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ മറ്റുള്ള രീതിയിലൊക്കെ ഇതുപോലെ തന്നെ ഇപ്പോൾ താറാവ് അല്ലെങ്കിൽ കോഴിയൊക്കെ ഉണ്ടെങ്കിൽ കോഴിയുടെ വേസ്റ്റ് ചെടികൾക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ എന്താ ഒരു കാര്യം ചെയ്യുന്നതിന്, അതായത് ഒന്നിനോട് എന്താണ് കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് കൃഷി ചെയ്യുക. അപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റൊന്നിന് ഉപകാരിക്കും. പശു വളർത്തുമ്പോൾ പാലും കിട്ടും, പശുവിൻ്റെ ചാണകം ഉപയോഗിച്ച് മറ്റുള്ള കൃഷികൾക്ക് ഉപയോഗിക്കാം. അങ്ങനെ പല കൃഷികൾ ഒരുമിച്ച്, കൃഷി മാത്രമല്ല ഇങ്ങനെ പല മൃഗപരിപാലനമൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന രീതിയാണ് സംയോജിത കൃഷി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും വിവിധ തരം കൃഷികളാണ് പ്രധാനമായിട്ടും കേരളത്തിൽ സാധാരണയായിട്ടുള്ളത്. ഒന്ന് ഇടവിള കൃഷി, മറ്റൊന്ന് വിളപരിയം, വിളപരിപാലനം, സംയോജിത കൃഷി. ഇത്രയുമാണ് വിവിധ തരം കൃഷി രീതികൾ. ഇനി കൃഷി രീതികൾ നമ്മൾ പഠിക്കേണ്ട മറ്റൊന്നാണ് ശാസ്ത്രീയ കൃഷി രീതികൾ. എത്ര തരത്തിലുള്ള ശാസ്ത്രീയ കൃഷി രീതികളുണ്ട് അതൊന്ന് നോക്കിയാലോ. വിവിധ തരം ശാസ്ത്രീയ കൃഷി രീതികൾ എന്ന് പറയുന്ന ഒന്ന് സെറികൾച്ചറാണ്. മറ്റൊന്ന് പിസികൾച്ചർ. അതുപോലെ തന്നെ ഫ്ലോറികൾച്ചർ, എപ്പികൾച്ചർ, ക്യൂണികൾച്ചർ, മഷ്റൂം കൾച്ചർ, ഹോർട്ടികൾച്ചർ, അങ്ങനെ പലതരത്തിലുള്ള ആധുനിക കൃഷി രീതികളുണ്ട്, അല്ലെങ്കിൽ ശാസ്ത്രീയ കൃഷി രീതികളുണ്ട്. ഇനി ഓരോന്നും എന്താണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ സെറികൾച്ചറാണ്. സെറികൾച്ചർ എന്ന് പറഞ്ഞാൽ പട്ടിൻ്റെ നിർമ്മാണത്തിനായി പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്ന രീതി. പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്ന രീതിയാണ് ഏത്, സെറികൾച്ചർ എന്ന് പറഞ്ഞാൽ.
പിസികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? പ്രകൃതിദത്ത ജലാശയങ്ങളിലും വയലുകളിലും കൃത്രിമ ടാങ്കുകളിലും ശാസ്ത്രീയമായ രീതിയിൽ മത്സ്യം വളർത്തുന്നു. പ്രകൃതിദത്ത ജലാശയത്തിലും വയലുകളിലും പ്രകൃതിദത്ത ജലാശയങ്ങളിലും വയലുകളിലും കൃത്രിമ ടാങ്കുകളിലും ശാസ്ത്രീയമായിട്ട് മത്സ്യം വളർത്തുന്നതിനാണ് പിസികൾച്ചർ. അപ്പോൾ സെറികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? പട്ടുനൂൽ പുഴു വളർത്തലാണ്. പിസികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മുടെ മീൻ വളർത്തൽ, ശാസ്ത്രീയമായ രീതിയിൽ മീൻ വളർത്തുന്നതിന് പിസികൾച്ചർ എന്ന് പറയുന്നത്. ഫ്ലോറികൾച്ചർ എന്താണ്? വ്യാവസായിക അടിസ്ഥാനത്തിൽ പൂക്കൾ വളർത്തുന്നതാണ്. ഫ്ലോറികൾച്ചർ വ്യാവസായിക അടിസ്ഥാനത്തിൽ പൂക്കൾ വളർത്തുന്നതാണ്. എപ്പികൾച്ചർ എന്താ? എല്ലാവർക്കും അറിയാമല്ലോ, തേനീച്ച വളർത്തലാണ് എപ്പികൾച്ചർ. ക്യൂണിക്കൾച്ചർ എന്താ? ക്യൂണിക്കൾച്ചർ എന്ന് പെട്ടെന്ന് കേൾക്കുമ്പോൾ മഷ്റൂം കൾട്ടിവേഷനാണെന്ന് തോന്നുന്നു, പക്ഷേ ക്യൂണിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ അത് മുയൽ വളർത്തലാണ് കേട്ടോ. മുയൽ വളർത്തലാണ് ക്യൂണിക്കൾച്ചർ. എന്താണ്? മുയൽ വളർത്തലാണ്. മഷ്റൂം കൾച്ചർ എന്താ? നമ്മുടെ മഷ്റൂം കൃഷി തന്നെയാണ്, അതായത് ശാസ്ത്രീയമായി കൂൺ വളർത്തുന്ന രീതി. ഇനി ഹോർട്ടിക്കൾച്ചർ എന്താ? പഴം പച്ചക്കറി ശാസ്ത്രീയമായി വളർത്തുന്ന കൃഷി രീതിയാണ് ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നോക്കിക്കേ. സെറികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? പട്ടുനൂൽ പുഴു വളർത്തലാണ്. പിസികൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? മത്സ്യകൃഷി വളർത്തുന്ന രീതിയാണ്. ഫ്ലോറികൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂക്കൾ വളർത്തുന്ന കൃഷി രീതിയാണ്. എപ്പിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ തേനീച്ച വളർത്തലാണ്. ക്യൂണിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ മുയൽ വളർത്തലാണ്. മഷ്റൂം കൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ശാസ്ത്രീയമായി മുയൽ വളർത്തുന്നതാണ്. പഴം പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യുന്നതിനെ ഹോർട്ടിക്കൾച്ചർ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട വിവിധ ഹൈടെക് ആയിട്ടുള്ള കൃഷി രീതികളായിട്ട് വരുന്നത്. ഇനി നമുക്ക് കുറച്ച് കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ നോക്കാം കേട്ടോ. കേരള സർവകലാശാല, കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? മണ്ണൂത്തിയിലാണ്. എല്ലാവർക്കും അറിയാം അല്ലേ? കേരളത്തിലെ കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്ന ഇതെവിടെയാണ്? മണ്ണൂത്തിയാണ്. മണ്ണൂത്തി എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ മണ്ണൂത്തി സ്ഥിതി ചെയ്യുന്നത്. ഇനി കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രമോ? കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യമാണ്. ശ്രീകാര്യം എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് ശ്രീകാര്യം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. എവിടെയാണ്? കോഴിക്കോടാണ്. അതുപോലെ തന്നെ റബ്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കോട്ടയമാണ്. എവിടെയാണ്? കോട്ടയമാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രമോ? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. തോട്ടവിള കാസർഗോഡ് ജില്ലയിലാണ്. ഇനി കേരള കാർഷിക സർവകലാശാലയുടെ പ്രാദേശിക ഗവേഷണ കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണ്? അമ്പലവയൽ, ആനക്കയം, പട്ടാമ്പി, പീലിക്കോട്. ഇനി കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പന്നിയൂരാണ് കേട്ടോ. പന്നിയൂർ. കേരള കാർഷിക സർവകലാശാലയുടെ പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രം, കേരള കാർഷിക സർവകലാശാലയുടെ പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വാഴക്കുളമാണ്. വാഴക്കുളം, എറണാകുളം. അപ്പോൾ ഇത് നമുക്ക് മാറിപ്പോവാൻ സാധ്യതയുണ്ടല്ലേ, കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും തന്നെ ഒരു ചോദ്യമെങ്കിലും ഈ ഒരു കേരളത്തിലെ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് PSC ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. പ്രധാനമായിട്ട് ഇതിനകത്ത് ചോദിച്ച് കാണുന്നുള്ള ചോദ്യം ഒന്നീ കേരളത്തിലെ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ ചോദിക്കുമായിരിക്കും, അല്ലെങ്കിൽ ഈ താഴെ കൊടുത്തിരിക്കുന്നവയിൽ പാവലിൻ്റെ വെറൈറ്റി അല്ലെങ്കിൽ പടവലത്തിൻ്റെ വെറൈറ്റി അല്ലെങ്കിൽ നെല്ലിൻ്റെ വെറൈറ്റി ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഓർത്തിരിക്കാം? കേരള കാർഷിക സർവകലാശാല. അപ്പോൾ സർവകലാശാലയുടെ മെയിൻ സെൻറ്റർ ആകുമ്പോൾ കൃഷിയൊക്കെ എവിടെ ചെയ്യുന്നത്? നമ്മൾ മണ്ണിലാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ മണ്ണൂത്തി നോർക്കുക കേട്ടോ, മണ്ണൂത്തി. അപ്പോൾ എന്തുകൊണ്ടാണ് മണ്ണൂത്തി? ഇപ്പോൾ വേറെയും ഒക്കെ കൃഷിയുമായി ബന്ധപ്പെട്ടതല്ലേ, കോഴിക്കോട് സ്പൈസസ്, കേന്ദ്ര കിഴങ്ങുവിള, അതൊക്കെ ശ്രീകാര്യമൊക്കെ വരുന്നത് കൃഷിയുമായി ബന്ധപ്പെട്ടല്ലേ നിങ്ങൾ ചോദിക്കും. പക്ഷേ അതും കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ എന്താ മണ്ണൂത്തിയുടെ പ്രത്യേകത? കേരള കാർഷിക സർവകലാശാലയാണ്. കേരള കാർഷിക സർവകലാശാല കാർഷികവുമായി ബന്ധപ്പെട്ട മെയിൻ സെൻറ്ററാണ് അത് അല്ലേ. അപ്പോൾ അത് മണ്ണൂത്തി, മണ്ണിലാണ് ഇതൊക്കെ നടന്നത്, കൃഷിയൊക്കെ ചെയ്യുന്ന മണ്ണിലല്ലേ. അപ്പോൾ മണ്ണൂത്തി അതെവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. ഇനി കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ശ്രീകാര്യം, തിരുവനന്തപുരം. അതിനിപ്പോൾ ക്ലൂ എന്തെങ്കിലും എനിക്ക് മനസ്സിലേക്ക് തോന്നുന്നില്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ക്ലൂ ഉണ്ടാക്കി പഠിക്കാമെങ്കിൽ നോക്കിയേരാം കേട്ടോ. ഇനി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്. അപ്പോൾ കോഴിക്കോട് നിൽക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് എന്താ വരുന്നത്? ബിരിയാണിയാണ് അല്ലേ. കോഴിക്കോടൻ ബിരിയാണി വളരെ ഫേമസ് ആണല്ലേ, കോഴിക്കോടൻ ബിരിയാണി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബിരിയാണിയിൽ ഏറ്റവും ഒത്തിരി സ്പൈസസ് നമ്മൾ ചേർക്കൂലേ? കറുകപ്പട്ട, ഏലക്ക, ഗ്രാമ്പൂ, തക്കോലം, ബേ ലീവ്സ്, പെരിജീരകം, കുരുമുളക്, ഏലക്ക ഒക്കെ നമ്മൾ ഈ സ്പൈസസ് ഒരുപാട് ചേർക്കുന്ന ഒരു ഫുഡാണ് ബിരിയാണി എന്ന് പറയുന്നത്. അപ്പോൾ ബിരിയാണിക്ക് വളരെ പ്രശസ്തമാണ് ഇവിടെ കോഴിക്കോട് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോടാണ്.
ഇനി റബ്ബർ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് എവിടെയാണ്? റബ്ബർ കൃഷി ചെയ്യുന്നത് കോട്ടയം. അത് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് കോട്ടയത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ നോക്കിയാലും റബ്ബർ കൃഷി മാത്രമേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ കോട്ടയത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് റബ്ബർ തന്നെയാണ്. അപ്പോൾ കോട്ടയം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോട്ടയമാണെന്ന് ഓർക്കുക. ഇനി കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം. തോട്ടം ഏറ്റവും കൂടുതൽ തോട്ടവിളയുമായി ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും മനസ്സിലേക്ക് വരുന്നതാണ് നമ്മുടെ കശുമാവ്. അപ്പോൾ ആ കശുമാവ് ഏറ്റവും കൂടുതൽ അവിടെ ഉണ്ടാകുന്നത് എൻഡോസൾഫാനൊക്കെ ആയി ബന്ധപ്പെട്ടിട്ട് കാസർഗോഡാണ്. അപ്പോൾ അങ്ങനെ ഓർത്തിരിക്കാം, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡാണെന്ന് ഓർത്തിരിക്കാം. ഇനി കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ 1, പന്നിയൂർ 2, പന്നിയൂർ 3 അങ്ങനെ പന്നിയൂറിൻ്റെ 9ഓളം വെറൈറ്റീസ് ഉള്ള കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂരാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി കേരള കാർഷിക സർവകലാശാലയുടെ പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രം. പൈനാപ്പിൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ എറണാകുളം ജില്ലയിലെ വാഴക്കുളം ഓർമ്മ വരില്ല. നമ്മൾ വാഴക്കുളത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും പൈനാപ്പിൾ വണ്ടിയും പൈനാപ്പിൾ കൂട്ടിയിട്ടേക്കുന്നതും പൈനാപ്പിൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന വലിയ ഗോഡൗണുകളും കടകളും ഒക്കെയാണ് കാണാനുള്ളൂ. അപ്പോൾ പൈനാപ്പിൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ വാഴക്കുളമാണ്, എറണാകുളം ജില്ലയിലെ വാഴക്കുളം ഓർമ്മ വരും അല്ലേ. അപ്പോൾ അതങ്ങനെ കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് കേരളത്തെ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഇനി കുറച്ച് കൃഷിയുമായി ബന്ധപ്പെട്ട പുരസ്കാരങ്ങളൊന്ന് നോക്കാം. അതിനു മുമ്പ് കുറച്ച് മാസികകൾ ഒന്ന് നോക്കിക്കേ. കേരള കൃഷി വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന കാർഷിക മാസിക കേരള കർഷകനാണ്. കേരള കൃഷി വകുപ്പ് പ്രസിദ്ധീകരിക്കുന്ന കാർഷിക മാസിക കേരള കർഷകനാണ്. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കുന്ന കാർഷിക മാസിക കൽപ്പതേനുവാണ്. കൽപ്പതേനുവാണ്. ഇനി മലയാള മനോരമ പ്രസിദ്ധീകരിക്കുന്ന കാർഷിക മാഗസീനോ കർഷകശ്രീയാണ് കേട്ടോ. മലയാള മനോരമ പ്രസിദ്ധീകരിക്കുന്ന കാർഷിക മാഗസീൻ കർഷകശ്രീയാണെന്ന് കൂടി ഓർക്കുക. ഇനി കുറച്ച് പുരസ്കാരങ്ങൾ നോക്കിയാലോ. കർഷകോത്തമ പുരസ്കാരം എന്തിനു നൽകുന്ന? മികച്ച കർഷകൻ. കർഷകോത്തമ പുരസ്കാരം മികച്ച കർഷകൻ. കാർഷിക തിലക പുരസ്കാരം മികച്ച കർഷക വനിതയ്ക്ക്. ഇനി കേരകേസരി പുരസ്കാരം മികച്ച നാളികേര കർഷകൻ. ഇനി ഹരിതമിത്ര പുരസ്കാരം മികച്ച പച്ചക്കറി കർഷകൻ. ഇനി ഉദ്യാന ശ്രേഷ്ഠ പുരസ്കാരം മികച്ച പുഷ്പപരിപാലകൻ. മികച്ച പുഷ്പപരിപാലകൻ. ഇനി കർഷക ഭാരതി അവാർഡ് മികച്ച ഫാം ജേർണലിസ്റ്റിനാണ് കർഷക ഭാരതി അവാർഡ് ലഭിക്കുന്നത്. കർഷക മിത്രം അവാർഡോ മികച്ച കൃഷി ഓഫീസർക്കാണ് ലഭിക്കുക. ഇനി യുവ കർഷക അവാർഡ് മികച്ച യുവ കർഷകനാണ് ലഭിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാർഷിക പുരസ്കാരങ്ങളായിട്ട് വരുന്നത്. ഇനി പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് മറ്റൊന്നാണ് അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനങ്ങൾ. ചീരയുടെ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനമാണ് കണ്ണാറ ലോക്കൽ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചീര നോക്കാം. ചീര വരുമ്പോൾ അരുൺ, രേണുശ്രീ, കൃഷ്ണശ്രീ, കണ്ണാറ ലോക്കൽ. ഏതൊക്കെയാണ് ചീരയുടെ വരുന്നത്? അരുൺ, രേണുശ്രീ, കൃഷ്ണശ്രീ, കണ്ണാറ ലോക്കൽ. ഇനി വഴുതനയുടെ ആണെങ്കിലോ വഴുതന വരുന്നത് സൂര്യ, നീലിമ, ശ്വേത, ഹരിത, പൊന്നി, അർക്ക, വൈശാലി, റുബാലി, നവീൻ, ശക്തി, രശ്മി എന്നിവയൊക്കെയാണ് വഴുതനയുടെ. അപ്പോൾ വഴുതനയുടെ ഏതൊക്കെയാണ്? സൂര്യ, ശ്വേത, ഹരിത, നീലിമ, പൊന്നി, അർക്ക, വിശാൽ, വൈശാലി തുടങ്ങിയവയാണ് വഴുതനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിളകളെന്ന് പറയുന്നത്. ഇനി തക്കാളിയുടെ ആണെങ്കിൽ ശക്തി, മുക്തി, അക്ഷയ, മനുലക്ഷ്മി, മനുപ്രഭ, അനഘ. അപ്പോൾ തക്കാളിയുടെ ഏതൊക്കെയാണ്? ശക്തി, മുക്തി, അക്ഷയ, വെള്ളയാണി വിജയ്, മനുലക്ഷ്മി, മനുപ്രഭ, അനഘ എന്നിവയാണ് തക്കാളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിളകൾ എന്ന് പറയുന്നത്. ഇനി അടുത്താണ് പയറിൻ്റെ ആണെങ്കിലോ കൈരളി, മാലിക, ശാരിക, ഭാഗ്യലക്ഷ്മി, ലോല. ഏതൊക്കെയാണ് പയറിൻ്റെ? കൈരളി, മാലിക, ശാരിക,
ഭാഗ്യലക്ഷ്മി, ലോല എന്നിവയൊക്കെയാണ് പയറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അത്യുൽപാദന ശേഷിയുള്ള വിനങ്ങൾ എന്ന് പറയുന്നത്. ഇനി വെണ്ടയ്ക്കയുടെ ആണെങ്കിലോ സൽകീർത്തി, അരുണ, അർക്ക, കിരൺ, സവാനി, സുസ്ഥിര, ആനക്കൊമ്പനൊക്കെ എപ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് കേട്ടോ. ആനക്കൊമ്പൻ, കിരൺ, അർക്ക, പൂസ, സൽകീർത്തി, അഫൈ, അരുണ, അനാമിക, സുസ്ഥിര എന്നൊക്കെ പറയുന്നത് എന്താണ്? വെണ്ടയ്ക്കയുടെ പ്രധാനപ്പെട്ട അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ്. ഇനി മറ്റൊന്ന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് പാവലാണെങ്കിലോ പ്രിയ, പ്രിയങ്ക, പ്രീതി, അതുപോലെ തന്നെ കോയമ്പത്തൂർ ലോങ്, അർക്കരഹിത്, പ്രിയ, പ്രിയങ്ക, പ്രീതി, കോയമ്പത്തൂർ ലോങ് ഒക്കെ എന്ന് പറയുന്നത് പാവലിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ്. ഇനി പടവലത്തിൻ്റെ ആണെങ്കിൽ ഹരിശ്രീയും കൗമുദിയുമാണ്. ഇനി കുരുമുളകിൻ്റെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട് പന്നിയൂർ 1, പന്നിയൂർ 2, പന്നിയൂർ 3, പന്നിയൂർ 4, പന്നിയൂർ 5, പന്നിയൂർ 6, പന്നിയൂർ 7 വരെ കുരുമുളകിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ്. അതുപോലെ കരിമുണ്ടൻ, ശ്രീകര, കുതിരവേലി എന്നിവയൊക്കെയും കുരുമുളകിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ്. ഇനി മുളകിൻ്റെ ആണെങ്കിൽ ഭാഗ്യലക്ഷ്മി, അർക്കമോഹിനി, ഗ്രീൻ ഗോൾഡ്. ഇതൊക്കെയാണ് മുളകിൻ്റെ ഗ്രീൻ ഗോൾഡ്, ഭാഗ്യലക്ഷ്മി, അർക്കമോഹിനിയൊക്കെ നമ്മുടെ മുളകിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ്. അപ്പോൾ ഇത്രയുമാണ് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. അതുകൂടാതെ തന്നെ എള്ള് കൂടെ ഒന്ന് ഓർത്തിരുന്നു കേട്ടോ. എള്ളും ചോദിച്ചു കണ്ടിട്ടുണ്ട്. കായംകുളം, സൂര്യ, തിലധാര, തിലക്, തിലോത്തമ, സോമ എന്നിവയാണ് എള്ളിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ. മറ്റൊന്ന് നെല്ലാണ്. നെല്ല് ഒത്തിരി അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുണ്ട്. ജ്യോതി, കൈരളി, കരുണ, അരുണ, ഹ്രസ്വ, മനുപ്രിയ, അമൃത, കൃഷ്ണാഞ്ജന, കനകം, ത്രിവേണി, ജയ, അനശ്വര, സ്വർണപ്രഭ, ഓണം, ഉമ, രോഹിണി, ജൈവ, സാഗര, രമ്യ, ആശ, കാഞ്ചന, ഭാരതി, ശബരി, നിള, ഭദ്ര, മകം, രമണി, ദീപ്തി, സംയുക്ത, വൈശാഖ്. ഇതൊക്കെ നെല്ലിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ്. പക്ഷേ ഇതൊക്കെ മൊത്തം ഓർത്തിരിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് എള്ള് ഓർത്തിരിക്കുക, അതുപോലെ വഴുതന ഓർത്തിരിക്കുക, അതുപോലെ തന്നെ വെണ്ടയ്ക്ക, തക്കാളി, പടവലം, കുരുമുളക്, പാവൽ, ഇത്രയും ഓർത്തിരിക്കുക കേട്ടോ. ഇത്രയും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ ഒന്നോടെ നോട്ട് ചെയ്ത് പറയാം. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടിരിക്കുക, അല്ലെങ്കിൽ അവിടെ നോട്ട് ചെയ്ത് എഴുതി വെക്കുക കേട്ടോ. അപ്പോൾ എള്ളിൻ്റെ വരുന്നത് എള്ള് ഓർത്തിരുന്നില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും ഒന്ന് കേട്ടോ. ഇനിയിപ്പോൾ അഥവാ എള്ളാണെങ്കിലും ചോദിക്കുന്നത് സൂര്യ, തിലധാര, തിലക്, തിലോത്തമ, കായംകുളം, സോമ, ചീര, അരുണ, കണ്ണാറ ലോക്കൽ, രേണുശ്രീ, കൃഷ്ണശ്രീ. ഇനി വഴുതന, സൂര്യ, നീലിമ, വിശാൽ, രശ്മി, ശക്തി, ശ്വേത, പൊന്നി, വൈശാലി, ഹരിത, അർക്ക, റുബാലി. വെണ്ടയ്ക്ക, കിരൺ, അർക്ക, പൂസ, സൽകീർത്തി, സവാനി, അരുണ, അനാമിക, സുസ്ഥിര. പാവല്, പ്രിയ, പ്രിയങ്ക, പ്രീതി, കോയമ്പത്തൂർ ലോങ്, അർക്കരഹിത്. ഇനി പടവലം, കൗമുദി, ഹരിശ്രീ. പന്നിയൂർ 1 മുതൽ 7 വരെ ശ്രീകര, ശുഭകര, കരിമുണ്ടൻ, കുതിരവേലി. മുളക്, ഭാഗ്യലക്ഷ്മി, അർക്കമോഹിനി, ഗ്രീൻ ഗോൾഡ്. ഇനി നെല്ല്, ജ്യോതി, കൈരളി, അരുണ, കരുണ, ഹ്രസ്വ, മനുപ്രിയ, അമൃത, കാഞ്ചന, അനഘ, അനശ്വര, ത്രിവേണി, ജയ, ഓണം, വൈശാഖ്, സംയുക്ത, ദീപ്തി, രമണിക, മകം, ഭദ്ര, നിള, ശബരി, ഭാരതി, കാഞ്ചന, ആശ, രമ്യ, സാഗര, കുംഭം, ജൈവം, പ്രത്യാശ, ഉമ, രോഹിണി എന്നിവയൊക്കെയാണ് നെല്ലിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു കേരളത്തിലെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. താങ്ക്